അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചും ഒരു സൂറത്തിനെ കുറിച്ചുമാണ്. ഈ ഒരു ദിക്റും സൂറത്തും നിങ്ങൾ 7 ദിവസത്തിനുള്ളിൽ ഏത് ആഗ്രഹമാണോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ആ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു ദിക്റും സൂറത്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചവയാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചയാളാണ്. ഏതൊക്കെ വിഷമഘട്ടങ്ങൾ വന്നാലും ഞാൻ ഈ ദിക്റും സൂറത്തും പതിവായി ഞാൻ ചൊല്ലും. പണമില്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ ബന്ധുക്കൾ പോലും ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്തപ്പെട്ടേക്കാം, അല്ലേ? നിങ്ങൾ ഈ ദിക്റും സൂറത്തും മുറുകെ പിടിച്ച് 7 ദിവസത്തിനുള്ളിൽ ഓതി നോക്കൂ. തീർച്ചയാണ് അടയ്ക്കപ്പെട്ട വാതിൽ തുറക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. ഏതാണ് ആ ദിക്റെന്നറിയണ്ടേ? യാ റഹ്മർ റാഹിമീൻ എന്ന ദിക്റാണ്. ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം 1000 പ്രാവശ്യം യാ റഹ്മർ റാഹിമീൻ എന്ന ദിക്ർ ചൊല്ലി നോക്കൂ. തീർച്ചയാണ് അടഞ്ഞ വാതിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ സൂറത്ത് ഫത്തഹ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും സൂറത്ത് ഫത്തഹ് ഓതിയപ്പോൾ അവിടെയെല്ലാം എനിക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു സൂറത്തുകൾ ഓതുകയില്ല എന്നല്ല അതിനർത്ഥം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സൂറത്തുകൾ ഉണ്ടാവുമല്ലോ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്താണ് സൂറത്ത് ഫത്തഹ്. സൂറത്ത് ഫത്തഹ് 7 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ 11 21 പ്രാവശ്യം മനസ്സിൽ നിയത്ത് വെച്ച് ഓതുക. അതുപോലെ തന്നെയാണ് ദുആ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. തൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് തരുവാൻ ശക്തിയുള്ള ഒരേ ഒരു ഇലാഹിൻ്റെ മുന്നിലേക്കാണ് ഞാൻ എൻ്റെ ആവശ്യം സമർപ്പിക്കുന്നത്. മറ്റൊരു അഭയ കേന്ദ്രം എനിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് താഴ്മയുടെ ശബ്ദത്തിൽ ദുആ ചെയ്യുക. ദുആ അല്ലാതെ വിധിയെ മാറ്റിമറിക്കുന്ന ഒന്നുമില്ല. ആപത്തുകളെ തടയാനും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനും ദുആ കാരണമാണ്. അതുപോലെയാണ് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ നിയത്ത് വെച്ച് ഓതുമ്പോൾ തൗബ ചെയ്തു മടങ്ങുക. അല്ലാഹുവേ, ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, റബ്ബേ എനിക്ക് പുറത്തു തരണമേ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നമ്മെ ആരൊക്കെ ഈ ഭൂമിയിൽ മാറ്റി നിർത്തിയാലും പടച്ച റബ്ബ് ഒരിക്കലും നമ്മളെ മാറ്റി നിർത്തില്ല. ഒരു വിഷമഘട്ടം വരുമ്പോൾ നാം തളരുകയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് നാം അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. അല്ലാഹുവേ, നമ്മുടെ അമലുകളെയെല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളാണ് റബ്ബേ. അവരുടെ എല്ലാം മനസ്സിൻ്റെ ഉള്ളറിയുന്ന നാഥ, അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണമേ റബ്ബേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് പലരുടെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ ഇന്ന് ഖബറിലാണ് റബ്ബേ. അവർ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പുറത്തു കൊടുത്ത് റബ്ബേ അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ നാഥ. നാളെ അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിപ്പിക്കണേ നാഥ. അല്ലാഹുവേ, മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ റബ്ബേ. അപകട മരണങ്ങളിൽ നിന്നും നീ കാക്കണേ നാഥ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ നാഥ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.